അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്താഴ സമയത്ത് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മനോഹരമായ ദിക്റുണ്ട്. ഈ ദിക്ർ അത്താഴ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ അതിഗംഭീരമാണ്. 1000 നന്മകൾ അവനിക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അത്രമേൽ ദോഷങ്ങൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. അതുപോലെ തന്നെ 1000കണക്കിന് പദവികൾ അള്ളാഹു അവനിൽ നിന്നും ഉയർത്തും. അങ്ങനെ മനോഹരമായ ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഒരു ദിക്ർ ഇത് അൽ മിസ്ബാഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ദിക്ർ അത്താഴ സമയത്ത് 7 തവണ ചൊല്ലണം. 7 തവണ ചൊല്ലിയാൽ അവനിക്ക് 1000 നന്മകളെ അള്ളാഹു നൽകുന്നതാണ്. ഒരുപാട് നന്മകൾ, 1000കണക്കിന് നന്മകൾ അള്ളാഹു അവനിക്ക് നൽകും. മാത്രമല്ല, അവൻ ചെയ്തു കൂട്ടിയ 1000 ദോഷങ്ങളെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. പരിശുദ്ധ റമദാനിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. നമുക്കറിയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് കയറിയപ്പോൾ 1-ാമത്തെ പടിയിൽ ചവിട്ടിയപ്പോൾ ആമീൻ ചൊല്ലി, 2-ാമത്തെ പടിയിൽ ചവിട്ടിയപ്പോഴും ആമീൻ ചൊല്ലി, 3-ാമത്തെ പടിയിൽ ചവിട്ടിയപ്പോഴും ആമീൻ ചൊല്ലി. സ്വഹാബത്ത് നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാ, ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു സംഭവമാണല്ലോ ഇത്, എന്തേ സംഭവിച്ചത്, എന്തിനാ ഞങ്ങൾ അങ്ങനെ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ വന്നിരുന്നു, ജിബ്രീൽ ദുആ ചെയ്തു. റമദാൻ വരികയും, ചുരുക്കി പറയാം, റമദാൻ വരികയും ഒരാളുടെ ദോഷങ്ങൾ പുറക്കപ്പെടാതെ റമദാൻ അങ്ങ് കഴിഞ്ഞു പോവുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരത്തായി പോട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ ചൊല്ലിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, മാക്സിമം നമ്മൾ ചെയ്ത ദോഷങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എണ്ണി പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കണം. ഇത്തരം ദിക്റുകൾ നമ്മൾ ചൊല്ലണം. നമ്മൾ ചെയ്ത ദോഷങ്ങൾ പൊരുക്കപ്പെട്ടു പോവാൻ, ധാരാളം നന്മകൾ നമുക്ക് ലഭിക്കുവാൻ, അതുപോലെ 1000കണക്കിന് പദവികൾ ഉയരുവാൻ വളരെ മനോഹരമായ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ച ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അത്താഴ സമയത്ത്, അത്താഴത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് സുബഹി ബാഗിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഈ ദിക്ർ 7 തവണ എണ്ണം പിടിച്ച് ചൊല്ലണം. ആലോചിച്ച് നോക്കിയാണ്, നമ്മൾ ഇന്ന് രാത്രി അത്താഴത്തിന് ചൊല്ലുകയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് 1000 നന്മ കിട്ടി, 1000 ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോയി, 1000 പദവികൾ ഉയർന്നു. 2 ദിവസം ചെയ്താൽ അത് വീണ്ടും 1000ങ്ങളായി. ഈ റമദാൻ നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാം. ഈ റമദാനിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടിപ്പിക്കാം. ഒരുപാട് നന്മകളെ വാരിക്കൂട്ടാം. ഈ സമയത്ത് അള്ളാഹുവിനോട് ധാരാളം കരുണക്കടലായ തമ്പുരാനോട് റഹ്മത്തിനെ ചോദിക്കണം. റമദാൻ അതിന് കൂടെയുള്ള മാസമാണ്. റഹ്മത്തിന് ചോദിക്കേണ്ട, മഗ്ഫിറത്തിന് ചോദിക്കേണ്ട, അവൻ്റെ നരകമോചനത്തിന് ചോദിക്കേണ്ട പരിശുദ്ധമായ മാസം. ഈ മാസത്തിൽ ഇത്തരം ദിക്റുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ദുന്യവിയായ നേട്ടങ്ങളല്ല, ഉഖ്റവിയായ നേട്ടങ്ങളാണ് പ്രധാനം. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ഇവിടുന്ന് മരിച്ചു പോയാൽ പിന്നെ അവനിക്ക് മരണവുമില്ല, ജീവിതവുമില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. നരകവാസികളെ പറ്റി അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അല്ലേ? ഫലൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ. നമുക്ക് ഏറ്റവും ഖൈർ ആഖിറമാണ്, ദുന്യാവ് ഒന്നുമല്ല. ദുന്യാവ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകും. നമുക്ക് ഉത്തമമായുള്ളത് ആഖിറമാണ്. ആഖിറത്തിലേക്ക് ധാരാളം സമ്പാദിക്കുക, കിട്ടുന്ന സമയങ്ങളൊക്കെ സമ്പാദിക്കുക, ദിക്റുകൾ ചൊല്ലുക. പ്രത്യേകിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പവിത്രതകളുള്ള ദിക്റുകൾ, അവരെ ഇജാസത്ത് നൽകിയ പവിത്രതകളുള്ള ദിക്റുകൾ നമ്മൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അത്താഴ സമയത്ത് ചൊല്ലേണ്ട ഈ സുന്ദരമായ ദിക്ർ ഒന്ന് പരിചയപ്പെട്ടു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. ഒന്നുകൂടെ ചൊല്ലിക്കോ, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഒന്നുകൂടെ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഒന്നുകൂടെ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്.
لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت. إن شاء الله എല്ലാ ദിവസവും അത്താഴ സമയത്ത് ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സകല നോമ്പുകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെല്ലാവരെയും മുത്തഖീങ്ങളിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, ചേർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.